ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രഭ ദേവിയെ ഇമോഷണലായിട്ട് സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോൾഡായിട്ട് നിന്നുകൊണ്ട് തൻ്റെ നിലപാട് തുറന്നടിക്കുകയാണ് ദേവി ചെയ്യുന്നത്. നന്ദുവിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ തന്നെ നന്ദു മുങ്ങിയത് നന്ദുവാണ് ഫയൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണെന്നും നന്ദു എവിടെയാണെന്നെല്ലാം പ്രഭയോടായിട്ട് ദേവി ആവുന്നത്ര ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും തുറന്നു പറയാനായിട്ട് തയ്യാറാകുന്നില്ല. ഫയലിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷേ നമ്മുടെ സിദ്ധു ദേവിക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ തന്നെയുണ്ട്. അത് ദേവിയെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെ ആകുന്നുണ്ട്. എനിക്ക് നന്ദുവിനെ കണ്ടുപിടിച്ചേ പറ്റൂ വെച്ചാൽ ആ ഫയൽ നന്ദുവാണ് മോഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് 100% ഉറപ്പാണെന്നും ദേവി പറയുമ്പോൾ മോളുടെ കൂടെ എന്തിനും ഈ അച്ഛനുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ സിദ്ധു. ഇതേ സമയം നന്ദു ആണെങ്കിൽ ഇസബെല്ലയോടൊപ്പം അവിടെ നിന്നും പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. നന്ദൻ്റെ മുഖത്തെ ടെൻഷൻ കാണുന്ന ബെല്ല നന്ദൻ ഇങ്ങനെ തളർന്നു പോകല്ലേ, ലോകത്ത് ആരൊക്കെ നന്ദനെ കൈവിട്ടാലും ഈ ബെല്ല നന്ദനെ കൈവിടില്ല, അന്വേഷണമൊക്കെ പാപ്പൻ നോക്കിക്കോളൂ എന്നും നമ്മൾ തിരിച്ചു വരുമ്പോൾ എല്ലാം കെട്ടടങ്ങിയിട്ടുണ്ടാകും, അതുകൊണ്ട് നന്ദൻ ധൈര്യമായിട്ടിരിക്കുക, കുറ്റം ഏറ്റെടുക്കാൻ പറ്റിയ ആരെയെങ്കിലും പാപ്പൻ കണ്ടെത്തിക്കോളും, ഒരു ട്രിപ്പ് പോകുന്നത് പോലെ കൂളായിട്ടിരിക്കുന്ന എന്താ എന്നെല്ലാം ഇസബെല്ല പറയുന്നുണ്ടെങ്കിലും ദേവിയെക്കുറിച്ച് ഒരു സമാധാനവും ഇല്ല. ഞാൻ കാരണമാണ് അവളിങ്ങനെ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെക്കുറിച്ച് നന്ദൻ ടെൻഷൻ അടിക്കുമ്പോൾ നന്ദൻ്റെ സ്നേഹമൊന്നും ദേവിക മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ സ്വന്തം ഭർത്താവായി നന്ദനെതിരെ പോലീസിൽ പരാതി കൊടുത്തത്. MLA സ്ഥാനം ഉപയോഗിച്ച് നന്ദനോട് പ്രതികാരത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവിക എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ ചൂട് പിടിപ്പിക്കാൻ നോക്കുകയാണ് ഇസബെല്ല ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ശാരിക ഗൗരിയെ കാണാനായിട്ട് എത്തുന്നു. തുടർന്ന് ഗൗരിയേച്ചിയെ കാണാനാണ് വന്നതെന്നും ഗൗരിയേച്ചി എവിടെയെന്നെല്ലാം ശാരിക ചോദിക്കുമ്പോൾ നവീനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്നും പെരുമാറിയ ശാരികയുടെ മുഖത്ത് നോക്കി 2 വാക്ക് പറയാനായിട്ട് കാത്തിരുന്ന ഭാർഗവിയാണെങ്കിൽ ഏത് ഗൗരി എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ നേരെ പൊട്ടിത്തെറിക്കുമ്പോൾ ആൻറ്റിയുടെ മരുമകൾ എന്നും ശാരിക പറയുന്നത്, നീ എന്താടി എൻ്റെ വീട്ടിൽ കയറി വന്ന് ആളാവാൻ നോക്കുന്നോ? നിന്നെ സ്വന്തം അനിയത്തിയെപ്പോലെ കരുതി സ്നേഹിച്ചതാണ് ഗൗരി, അവളെയാണ് നീ ചതിച്ചത്. കാമുകനുമൊത്ത് നീ നന്നായിട്ട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം, നല്ലൊരു വിവാഹ ജീവിതമൊന്നും നിനക്കൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ ശാപവാക്കുകൾ ചൊരിയുന്നുണ്ട് ഭാർഗവി. പക്ഷേ ശാരികയാണെങ്കിൽ അതൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. കാരണം ശാരികയ്ക്കറിയാം അവളൊരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. തൻ്റെ മനസ്സിലെ സത്യം നേരെ എന്താണെന്ന് ശാരികയ്ക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഭാർഗവിയുടെ വാക്കുകൾക്കൊന്നും സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ ശാരിക. ഇതേ സമയം ഗൗരി വന്നിട്ട് ശാരികയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു പക്ഷേ ഗൗരിയോട് എല്ലാ സത്യങ്ങളും തൻ്റെ മനസ്സിലുള്ള രഹസ്യങ്ങൾ മുഴുവൻ ശാരിക തുറന്നു പറയാനും സാധ്യതയുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ വെച്ച് പ്രഭയും അരുന്ധതിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. പ്രഭയാണെങ്കിൽ തൻ്റെ മനസ്സിലെ ആ വിഷമങ്ങളെക്കുറിച്ചെല്ലാം അരുന്ധതിയോട് തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് BP കൂടി അരുന്ധതി അവിടെ തലകറങ്ങി വീഴുന്നത്. പ്രഭയാണെങ്കിൽ ഒരു വിധത്തിൽ അവരെ വീട്ടിലെത്തിക്കുന്നുണ്ട്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നു. ഇതേ സമയം ഋഷിയാണെങ്കിൽ അവിടെ പാട്ടും കേട്ട് കിടക്കുകയാണ്. അപ്പോൾ കുറേ സമയം കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഋഷി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. പ്രഭയാണ് വന്നിരിക്കുന്നത് എന്നറിയാതെ. കൺമുന്നിൽ ജീവനോടെ നിൽക്കുന്ന ഋഷിയെ കണ്ട് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല കേട്ടോ പ്രഭാവതിക്ക്. അങ്ങനെ ഋഷി ജീവനോടെ ഉണ്ടെന്നും എല്ലാവരും കൂടി നന്ദനെ ട്രാപ്പിൽപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം പ്രഭ ഇതോടുകൂടി തിരിച്ചറിയുന്നുണ്ട്. പ്രഭയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഋഷിക്ക് കഴിയുന്നില്ല. അങ്ങനെ കുരുക്കുകൾ ഓരോന്നായിട്ട് അറിയാൻ തുടങ്ങുകയാണ്. അപ്പം നമുക്ക് കാത്തിരിക്കാം സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടലിൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്